നമസ്കാരം, സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും സകലമാന കേരളത്തിലേക്ക്. നോക്കാം പ്രധാന തലക്കെട്ടുകൾ. കാരോട് കഴക്കൂട്ടം ദേശീയപാതയിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇന്നലെ ഫ്ലൈ ഓവറിൽ നിന്ന് സർവീസ് റോഡിലേക്ക് വീണ് യുവാവിന് ദാരുണാന്ത്യം. മരിച്ചത് ബൈക്ക് യാത്രികനായ കോട്ടുക്കൽ സ്വദേശി. വികസന പദ്ധതികൾ നടക്കുമ്പോൾ അഴിയാക്കുരുക്കിലായി കൊച്ചി നഗരം. മെട്രോ നിർമ്മാണം മൂലം പാലാരിവട്ടം കാക്കനാട് റോഡ് ഇടുങ്ങിയ നിലയിൽ. മുളവുകാട് സർവീസ് റോഡ് പാലം നിർമ്മാണത്തെ ചൊല്ലിയും തർക്കം. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നിർമ്മാണം വേഗത്തിലാക്കി. പാതയുടെ വീതി കൂട്ടുന്ന പ്രവൃത്തികൾ പുരോഗമിക്കുന്നു. മൂന്നാറിന്റെ വാണിജ്യ ടൂറിസം മേഖലകൾക്ക് കരുത്താകുമെന്ന് പ്രതീക്ഷ. തിരുവനന്തപുരം നഗരസഭയിൽ മാലിന്യം തള്ളുന്നത് തടയാൻ ശ്രമിച്ച ഉദ്യോഗസ്ഥന് മർദ്ദനം. പരാതിയുമായി മണക്കാട് സ്വദേശി രാഹുൽ. മാലിന്യം തള്ളാൻ ശ്രമിച്ചത് ഈഞ്ചക്കലിന് സമീപം. കൊല്ലത്ത് വാഹനത്തിൽ കടത്താൻ ശ്രമിച്ച പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി. കൊല്ലം വെസ്റ്റ് പോലീസ് പിടിച്ചെടുത്തത് 109 ചാക്ക് പുകയില. ഡിവൈഡറിൽ ഇടിച്ചു നിന്ന വാഹനം ഉപേക്ഷിച്ച് ഡ്രൈവർ ഓടി രക്ഷപ്പെട്ടു. വിശദമായി ഓരോ വാർത്തയിലേക്ക് പോകാം. കഴക്കൂട്ടം കാരോട് ദേശീയപാതയിൽ അപകടങ്ങൾ പതിവ് കാഴ്ചകളായി മാറുകയാണ്. ഒരു മാസത്തിനിടെ ബൈക്ക് അപകടത്തിൽ 3 പേർക്കാണ് ജീവൻ നഷ്ടമായത്. കഴിഞ്ഞ ദിവസവും അങ്ങനെ ഒരു അപകടമുണ്ടായി. ബൈക്ക് യാത്രികന് സമീപത്തെ സർവീസ് റോഡിലേക്ക് വീണ് മരിച്ചതാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ നടന്ന സംഭവം. വിഴിഞ്ഞം മുക്കോലയ്ക്ക് സമീപമാണ് കഴിഞ്ഞ രാത്രി അപകടമുണ്ടായത്. കോട്ടുക്കൽ സ്വദേശിയായ 23-കാരൻ മഹേഷാണ് മരിച്ചത്. നിയന്ത്രണം വിട്ട ബൈക്കിൽ നിന്നും ബൈപ്പാസിന് സമാന്തരമായി പോകുന്ന സർവീസ് റോഡിലേക്ക് വീഴുകയായിരുന്നു. ബൈപ്പാസിൽ നിന്നും 40 അടിയോളം താഴ്ചയിലാണ് സർവീസ് റോഡ്. ഗുരുതരമായി പരിക്കേറ്റ മഹേഷിനെ നാട്ടുകാരും പോലീസും ചേർന്ന് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. മാസങ്ങൾക്ക് മുൻപാണ് വെൺപാലവട്ടത്തിന് സമീപം വെച്ച് സിമി എന്ന യുവതി സമാന രീതിയിൽ അപകടത്തിൽ മരിച്ചത്. കഴിഞ്ഞ മാസം 21-ന് ദമ്പതികൾ സഞ്ചരിച്ച സ്കൂട്ടർ അപകടത്തിൽപ്പെട്ട് ചെറിയതുറ സ്വദേശി ഷീല മരിച്ചിരുന്നു. അമിത വേഗതയിൽ വരുന്ന വലിയ വാഹനങ്ങളാണ് പലപ്പോഴും ഇരുചക്ര വാഹനയാത്രക്കാരെ അപകടത്തിലാക്കുന്നത്. റോഡ് നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായെങ്കിലും കാരോട് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ സ്ട്രീറ്റ് ലൈറ്റിന്റെ കുറവും അപകടങ്ങൾക്ക് കാരണമാകുന്നു. മതിയായ സുരക്ഷാ മുന്നറിയിപ്പ് സംവിധാനങ്ങൾ ഉറപ്പാക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. മരിച്ച മഹേഷിന്റെ സംസ്കാരം ഇന്ന് നടക്കും. ന്യൂസ് 18 തിരുവനന്തപുരം. വികസനത്തിന്റെ പേരിൽ കൊച്ചിക്ക് ശ്വാസം മുട്ടാൻ തുടങ്ങിയിട്ട് കുറേയധികം നാളായി. ഒരിടത്ത് മെട്രോ ആണെങ്കിൽ മറ്റൊരിടത്ത് റോഡ് നിർമ്മാണവും കുടിവെള്ള പദ്ധതികളുമാകും ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുന്നത്. കാക്കനാട് മെട്രോ നിർമ്മാണം തുടങ്ങിയതോടെ പാലാരിവട്ടം റോഡും ഇടുങ്ങിയ നിലയിലാണ്. അപകടം പതിവായ ഇവിടെ കഴിഞ്ഞ ദിവസവും ഒരു സ്കൂട്ടർ യാത്രക്കാരിയുടെ ജീവൻ റോഡിൽ പൊലിഞ്ഞു. വികസന പ്രവർത്തനങ്ങൾ വല്ലാതെ വൈകുന്നതും ബദൽ സംവിധാനം ഒരുക്കാത്ത അശാസ്ത്രീയ രീതിയുമാണ് കൊച്ചി നഗരത്തെ ശ്വാസം മുട്ടിക്കുന്നത്. പാലാരിവട്ടം കാക്കനാട് റൂട്ടിൽ നിർമ്മാണം അതിവേഗത്തിൽ നടക്കുന്നതായി KMRL അവകാശപ്പെടുമ്പോഴും കഴിഞ്ഞ 6 മാസമായി ഇവിടുത്തെ ജനങ്ങൾ യാത്ര ചെയ്യുന്നത് പടുകുഴിയിലൂടെയാണ്. കഴിഞ്ഞ ദിവസം ചെമ്പുമുക്കിൽ ടാങ്കർ ലോറി തട്ടി സ്കൂട്ടർ യാത്രക്കാരി മരിച്ചത് റോഡിലെ വീതിക്കുറവും അശാസ്ത്രീയതയും മൂലമാണെന്നാണ് പരാതി. കാക്കനാട് സഹകരണ ആശുപത്രിയിലെ ഹൌസ് കീപ്പിംഗ് സ്റ്റാഫ് മഹേശ്വരി കെവിയാണ് ലോറിക്കടിയിൽപ്പെട്ടത്. ഇപ്പൊ ഈ ഒരാൾ മരിച്ചു, മരിച്ച ആ കുടുംബത്തിനല്ലേ പോയത്, മറ്റാർക്കും നഷ്ടമൊന്നും വന്നില്ലല്ലോ. സ്വന്തം അവരവർക്ക് വന്നാലോ അത് വലിയ കുഴപ്പമായിട്ട് മാറും. അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കപ്പെടാണ്ട് പോകുന്ന കാര്യങ്ങളാണ് നടക്കുന്നത്. മെട്രോ വർക്കൊക്കെ നടക്കണം, അതിനൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ അതുപോലെ തന്നെ ഈ മെട്രോയുടെ ഈ റോഡ് തുറന്നു കൊടുക്കുന്നത് ഇപ്പോൾ ഈ കണ്ട ചെമ്പൂക്കിലൊക്കെ അതൊരൊറ്റ എൻട്രൻസ് മാത്രമേ ഉള്ളൂ. അത് മറ്റു സ്ഥലങ്ങളിലൊക്കെ നോക്കിയോ, വാഴക്കാല കോളനി ആ ഭാഗത്തൊക്കെ നോക്കിയോ, എൻട്രൻസ് വേറെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ താടികളപ്പൂപ്പനെ എല്ലാവർക്കും പേടിയുണ്ട്. താടികളപ്പൂപ്പനല്ലല്ലോ ഇവിടെ, താടികളപ്പം മാത്രമല്ല ഇവിടെ ജീവിക്കാനുള്ളത്. സാധാരണക്കാർക്ക് താടിയില്ലാത്തവരും താടികളൊക്കെ ദൈവത്തിന് സൃഷ്ടികളാണ്. അവർക്കും ജീവിക്കപ്പെടണം, അവർക്കും കിട്ടേണ്ടത് കിട്ടണം. റോഡിന്റെ മധ്യഭാഗത്ത് ബാരിക്കേഡുകൾ സ്ഥാപിച്ചതോടെ ഇരുഭാഗവും ഇടറോഡ് പോലെ ചുരുങ്ങി. ഇവിടെ യു-ടേൺ സൗകര്യം നൽകുന്നതിലും പക്ഷപാതമുണ്ടെന്നും ആക്ഷേപമുണ്ട്. സ്വാധീനമുള്ളവർ താമസിക്കുന്ന സ്ഥലങ്ങളിൽ 2-3 യു-ടേണുകളുണ്ട്. ചിലയിടത്താകട്ടെ യു-ടേണുകൾ നൽകിയിട്ടുമില്ല. നല്ല തിരക്കുള്ള ദിവസങ്ങളിൽ ഒരുപാട് സമയമെടുത്തിട്ടാണ് ഇവിടുന്ന് ബ്ലോക്കിലാണ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും ഇതുപോലൊരു അപകടങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഒരു നിയന്ത്രിക്കാനുള്ള പോലീസ് സംവിധാനമോ ഒന്നും ഇവിടെ ഇല്ല. റോഡിന്റെ വീതി കുറഞ്ഞതോടെ പാർക്കിങ്ങിന് സ്ഥലമില്ലാതെയായി. പലരും ഇരുചക്രവാഹനങ്ങൾ ഫുട്പാത്തിലാണ് പാർക്ക് ചെയ്യുന്നത്. റോഡും വശങ്ങളും തമ്മിലുള്ള ഉയര വ്യത്യാസവും അപകട കാരണമാകുന്നു. ഗതാഗതക്കുരുക്ക് മുറുകുമ്പോൾ സ്കൂട്ടർ യാത്രക്കാർ ഫുട്പാത്തിലൂടെ കടന്നുപോകുന്നതും പതിവ് സംഭവമാണ്. Safety now, comfort later.
തുടങ്ങിയ ക്യാപ്ഷനുകളൊക്കെയാണ് മെട്രോയുടെ ബാരിക്കേഡുകളിൽ എഴുതി വെച്ചിരിക്കുന്നത്. പക്ഷേ ഫുട്പാത്തിലൂടെ 2 വീലറുകൾ കടന്നു പോകാതിരിക്കാൻ ഇതുപോലെ ഒരു കോൺക്രീറ്റ് ബ്ലോക്ക് എടുത്തു വെക്കാൻ പോലും മെട്രോയ്ക്ക് ഒരു ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. വികസനം നല്ലതാണ്, പക്ഷേ ആളുകളുടെ ജീവന് വിലയിടുന്ന തരത്തിലേക്ക് മാറുമ്പോൾ ഒരുപക്ഷെ ജനരോഷമുണ്ടായേക്കാം. ക്യാമറാമാൻ ശ്യാംലാലിനൊപ്പം ആജ്ഞ രവീന്ദ്രൻ, ന്യൂസ് 18 കൊച്ചി. എറണാകുളം കണ്ടെയ്നർ റോഡിൽ മുളവുകാട് സർവീസ് റോഡിൽ പാലം നിർമ്മിക്കുന്നതിനെക്കുറിച്ച് രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ തർക്കമാകുന്നു. പാലം നിർമ്മാണത്തിന് CPM എതിര് നിൽക്കുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് ഒപ്പുശേഖരണം നടത്തി. എന്നാൽ നിലവിലെ നിർമ്മാണം അശാസ്ത്രീയമാണെന്നാണ് തങ്ങളുടെ പരാതിയെന്ന് CPM പറയുന്നു. കണ്ടെയ്നർ റോഡ് വന്നിട്ട് 10 വർഷം പിന്നിടുമ്പോൾ മുളവുകാട് ഇപ്പോഴും സർവീസ് റോഡില്ല. സർവീസ് റോഡ് ഇല്ലാത്തതുകൊണ്ട് പാലത്തിനു വേണ്ടി ഇവിടെ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളും പാതി വഴിയിലാണ്. അപകടങ്ങളും പതിവ്. ഞാനവിടെ നടന്നു വരുമ്പോഴത്തേക്കും ഒരു ഓട്ടോ വന്ന് എന്നെ ഇടിച്ച് അത്രയും ആ പാലത്തിൻ്റെ പൊക്കത്തുനിന്ന് താഴെ ഇട്ട്. എൻ്റെ കൂടെ 2 ജോലിക്കാരുണ്ടായിരുന്നു. അവർ ഞാൻ പൊങ്ങിപ്പോണത് കണ്ടാണ് അവർ വന്ന് ഓട്ടോക്കാരനോട് ചോദിച്ച് ഞങ്ങളുടെ കൂടെ വന്ന് ചേച്ചിനെ കാണാനില്ലെന്ന് പറഞ്ഞപ്പോൾ ഓട്ടോക്കാരൻ പറഞ്ഞത് വണ്ടിയുടെ അടിയിലുണ്ടാവും, ഞങ്ങൾ കണ്ടില്ലെന്നാണ് പറഞ്ഞത്. പിന്നെ അവർ നോക്കി അന്വേഷിച്ച് വന്നപ്പോഴത്തേക്കും ഞാൻ കുഴിയിൽ കിടക്കണം. എനിക്ക് എണീക്കാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. നട്ടലിന് 9 ഒടിവുണ്ട്. തലയാണെങ്കിൽ തലച്ചോറ് വരെയും കാണാവുന്ന രീതിയിലായിരുന്നു പൊട്ടിയിരുന്നത്. ഞാൻ വീണ ഉടനെ തന്നെ എനിക്ക് അല്പം ബോധം ഉണ്ടായതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. എനിക്ക് അത്രയും വിഷമമുണ്ട്. ഞാൻ ജീവിച്ച് ദൈവാനുഗ്രഹം കൊണ്ട് എൻ്റെ മക്കളുടെ ഭാഗ്യവും എന്തുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ട. ഇപ്പോഴും എൻ്റെ ഉള്ളിൽ നിന്ന് വിഷമമുണ്ട്. ഞാൻ ഇതിലേ പോകുമ്പോഴും ഞാൻ പേടിയാണ് എനിക്ക്. കാരണം അപ്പുറം ഇപ്പുറം കമ്പികളായിരുന്നു നിറച്ച്. ദൈവാനുഗ്രഹം കൊണ്ട് ആ കമ്പിയുടെ ഇടയിൽ നിന്ന് എന്നെ നടുക്കാൻ വീഴുന്നത്. അപ്പം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. എന്നെപ്പോലെ ഇനി ഒരാൾക്കും ഇതുപോലെ ഒരവസ്ഥ വരാൻ പാടില്ല. നിരന്തരമായ സമ്മർദ്ദഫലമായി സർവീസ് റോഡിന് അനുമതിയായി. ഇപ്പോഴത്തെ പ്രശ്നം അതിലൂടെയുള്ള പാലം നിർമ്മാണമാണ്. കണ്ടെയ്നർ റോഡിലെ നിലവിലെ പാലത്തിന് സമാന്തരമായാണ് സർവീസ് റോഡിലെ പുതിയ പാലം. എന്നാൽ പഴയതുകൂടി പൊളിച്ചു പണിയണമെന്നും അല്ല എങ്കിൽ സർവീസ് റോഡിലെ പുതിയ പാലത്തിന് സാങ്കേതിക പ്രശ്നങ്ങളുണ്ടാകുമെന്നും CPM പറയുന്നു. മുളവുകാട് പഞ്ചായത്ത് ഭരിക്കുന്ന UDF-നെതിരെയുള്ള രാഷ്ട്രീയ നീക്കമാണ് CPM-ൻ്റേതെന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. ഇവിടുത്തെ CPM-ൻ്റെ നേതൃത്വത്തിൽ ഇതിനെതിരായിട്ടൊരു കള്ളപ്രചരണം നടക്കുന്നുണ്ട്. അതായത് ഈ 30 സെൻറ്റിമീറ്റർ വിഡ് നിലനിർത്തിക്കൊണ്ട് കൽവെട്ട് പണിതാൽ അകത്തുള്ള പ്രദേശവാസികളെല്ലാം രൂക്ഷമായ വെള്ളക്കെട്ടിൽപ്പെട്ട് അവരുടെ ജീവിതം ദുസ്സഹമാവുമെന്നുള്ളൊരു കുപ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. സത്യത്തിൽ ഈ 8 വർഷമായിട്ട് അങ്ങനെ നിന്നുകൊണ്ട് ഇതുവരെ അതിൻ്റെതായ രീതിയിലുള്ളൊരു ബുദ്ധിമുട്ട് ആർക്കും ഉണ്ടായിട്ടില്ല. അവിടെ ഉണ്ടായേക്കണ പ്രശ്നം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടുത്തെ കനാല് കോരിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീരാവുന്നുള്ളൂ. ഇപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഹൈവേയിലേക്ക് കയറുകയാണ്. ഏത് സമയത്തും ഒരു ജീവൻ നഷ്ടപ്പെടാവുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു ജീവൻ രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ഇന്നിവിടെ ഒപ്പുശേഖരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പുശേഖരണവും സമരപരിപാടിയുമൊക്കെയായി കോൺഗ്രസ് മുന്നോട്ട് പോവുകയാണ്. പാലം മുഴുവനായി പൊളിച്ചു പണിയാനുള്ള തുക ഇല്ലെന്നിരിക്കെ സമരവും ബഹളവും മൂലം ഉള്ള പാലം പദ്ധതി കൂടി ഇല്ലാതാകുമോ എന്ന ആശങ്കയിലാണ് ജനങ്ങൾ. ന്യൂസ് 18 കൊച്ചി. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയുടെ നവീകരണ ജോലികൾ വേഗത്തിലാക്കി. പാതയുടെ വീതി വർദ്ധിപ്പിക്കുന്ന ജോലികളാണ് ഇപ്പോൾ നടക്കുന്നത്. നവീകരണം പൂർത്തിയാകുന്നതോടെ അടിമാലിയുടെയും മൂന്നാറിന്റെയും വാണിജ്യ വിനോദസഞ്ചാര മേഖലകൾക്ക് കൂടുതൽ കരുത്തേകുമെന്നാണ് കണക്കുകൂട്ടൽ. അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയരുകയാണ് കൊച്ചി ധനുഷ്കോടി ദേശീയപാത. പ്രവൃത്തികൾക്ക് ഇപ്പോൾ വേഗം വന്നിട്ടുണ്ട്. മണ്ണ് നീക്കിയും സംരക്ഷണ ഭിത്തികൾ നിർമ്മിച്ചും പാതയുടെ വീതി കൂട്ടുകയാണ്. ഇതോടൊപ്പം ഐറിഷ് രീതിയിലുള്ള ഓടകളുടെ നിർമ്മാണവും നടക്കുന്നു. കൊച്ചി മുതൽ മൂന്നാർ വരെ 125 കിലോമീറ്റർ ദൂരത്തിലാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. 910 കോടി രൂപയാണ് ചെലവ്. പാതയുടെ വികസനം യാഥാർത്ഥ്യമാകുന്നതോടെ അടിമാലിയുടെയും മൂന്നാറിന്റെയും വാണിജ്യ മേഖലയ്ക്കും വിനോദസഞ്ചാര മേഖലയ്ക്കും കൂടുതൽ കരുത്തു പകരുമെന്നാണ് പ്രതീക്ഷ. ഇത് പല വളവുകളും, ഉദാഹരണത്തിന് ഏറ്റവും അപകടമായിട്ടുള്ള ഈ 390 89 390 എന്ന് പറയുന്ന ഭാഗങ്ങളൊക്കെ ഏറ്റവും അപകടകരമായ രീതിയിലാണ് അത് അലൈൻമെന്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിന്റെ പണികൾ കഴിഞ്ഞു പോയ കോൺട്രാക്ടർ ഉത്തരവാദിത്വമൊന്നും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാരെ വേണ്ട രീതിയിൽ അലൈൻമെന്റ് എടുത്ത് കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയ സങ്കടകരമായ അവസ്ഥ. വഴി പണി കഴിയുമ്പോൾ അപകടങ്ങൾ തുടർക്കഥയായി മാറണം നമ്മുടെ പ്രദേശങ്ങളിൽ. വനമേഖലയിൽ വീതി കൂട്ടുന്ന കാര്യത്തിന് യാതൊരു വിധ പുരോഗതി ഉണ്ടായിട്ടില്ല. അതേസമയം പാതയുടെ വിസ്തൃതി കൂട്ടുന്നുണ്ടെങ്കിലും കൊടും വളവുകൾ പരിഷ്കരിക്കുന്നില്ലെന്ന പരാതിയും നാട്ടുകാർക്കിടയിലുണ്ട്. നേര്യമംഗലത്ത് പുതിയ പാലത്തിന്റെ നിർമ്മാണവും പുരോഗമിക്കുന്നു. പാതയുടെ നവീകരണം സാധ്യമാകുന്നതോടെ അടിമാലി മുതൽ മൂന്നാർ വരെയുള്ള ഗതാഗതക്കുരുക്കിനും പരിഹാരമാകുമെന്നാണ് പ്രതീക്ഷ. ന്യൂസ് 18 ഇടുക്കി.
തിരുവനന്തപുരം നഗരസഭയിൽ മാലിന്യ നിക്ഷേപം തടയാൻ ശ്രമിച്ച താൽക്കാലിക ജീവനക്കാരന് മർദ്ദനമേറ്റതായി പരാതി. മണക്കാട് സ്വദേശി രാഹുലിനാണ് മർദ്ദനമേറ്റത്. ഇഞ്ചക്കലിനടുത്തായിരുന്നു വാഹനങ്ങളിൽ എത്തിച്ച് മാലിന്യ നിക്ഷേപം. കഴിഞ്ഞ 15 മുതൽ അറവ് മാലിന്യം ഉൾപ്പെടെ ഓടയിൽ നിക്ഷേപിക്കാനുള്ള നീക്കം തടഞ്ഞതാണ് ഒടുവിൽ മർദ്ദനത്തിൽ കലാശിച്ചത്. 7 വർഷമായി തിരുവനന്തപുരം നഗരസഭയിലെ താൽക്കാലിക ജീവനക്കാരനാണ് രാഹുൽ. മാലിന്യ നിക്ഷേപം തടയുന്നതിന് പ്രത്യേക സ്ക്വാഡിനൊപ്പം പ്രവർത്തിക്കുകയായിരുന്നു. മാലിന്യ നിക്ഷേപം കണ്ടെത്തിയതിനെ തുടർന്ന് അടുത്ത ദിവസം ഉന്നത ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ച വാഹനം പിടിച്ചെടുത്തു. ഇതേ വ്യക്തി പിറ്റേ ദിവസവും മാലിന്യ നിക്ഷേപം നടത്തി. ഇങ്ങനെ വെളുപ്പാങ്കാലം 3 മണിക്ക് കൊണ്ടുവന്ന് അടിച്ച്, അപ്പം അടുത്ത് ചെല്ലണതിന് മുമ്പേ വണ്ടി പോയി. ആരാണെന്നോ എന്താണെന്നോ കണ്ടില്ല. ഞാൻ രാവിലെ സാറിനെ വിളിച്ച് ഇങ്ങനെ കാര്യം പറഞ്ഞു. സാറേ, പറഞ്ഞതിന് മുമ്പേ വണ്ടി പോയി, ആളെ കണ്ടില്ല എന്ന് പറഞ്ഞു. നമ്മളെ ഭാഗത്തുനിന്ന് ഒരു പ്രകോപനം അങ്ങോട്ടുണ്ടായിരുന്നില്ല. ഞാൻ ഇതേപോലെ തന്നെ പറഞ്ഞു, ചേട്ടാ വണ്ടി എടുക്കരുത്, സാർ ഇപ്പൊ വരും എന്ന് പറഞ്ഞ് ഈ വണ്ടിയിൽ 2 പേരുണ്ടായിരുന്നു, സുരേഷും പ്രശാന്ത് എന്ന് വിളിക്കുന്ന കണ്ണനും. ഇവര് 2 പേരും കൂടെയാണ് ഈ വേസ്റ്റ് കളക്ട് ചെയ്യാൻ വന്നത്. അപ്പൊ ഈ കണ്ണൻ എന്ന് പറയുന്ന പയ്യൻ വേസ്റ്റ് കയറ്റിക്കൊണ്ട് നിന്നിട്ട് ഞാൻ കണ്ടില്ല, പിറകി കൂടെ വന്ന് എന്നെ മർദ്ദിച്ച്, എന്നിട്ട് ഇവ ഓടിക്കളഞ്ഞു. അപ്പം ഈ ആട്ട അത് കഴിഞ്ഞ് ഒരു 4 പേരായിട്ട് തിരിച്ചു വന്ന് അവരുടെ കയ്യിൽ കമ്പൊക്കെ ഉണ്ടായിരുന്നു. അവര് വന്ന് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയിട്ട് വണ്ടിയുടെ താക്കോലോട് എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ട് ആട്ട ഇവരെടുത്തുകൊണ്ട് പോയി. ജീപ്പ് വന്ന് സാറുമാർ വന്നപ്പോൾ എന്താണ് കാര്യം എന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ കാര്യം പറഞ്ഞു. സാർ ഇങ്ങനെ വേസ്റ്റ് തള്ളി ഇങ്ങനെ അത് വണ്ടി പിടിച്ചപ്പോൾ എന്നെ അടിച്ച പയ്യ ഇങ്ങനെ ഓടിപ്പോയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞ് ശരി, എന്റെ അഡ്രസ്സെല്ലാം എഴുതി വാങ്ങിച്ച് ആ പുള്ളിയെ ജീപ്പി കയറ്റി അവർ കൊണ്ടുപോയി എന്നെ ഹോസ്പിറ്റലിലും കൊണ്ടുപോയി. അപ്രതീക്ഷിതമായാണ് ഓട്ടോ ഡ്രൈവറുടെ മർദ്ദനമുണ്ടായതെന്ന് രാഹുൽ പറഞ്ഞു. ഓട്ടോറിക്ഷ ഉടമയെ അറസ്റ്റ് ചെയ്ത പോലീസ് പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയച്ചു. നിയമസംവിധാനത്തെ വെല്ലുവിളിച്ചാണ് തിരുവനന്തപുരം നഗരത്തിൽ പല ഭാഗത്തും മാലിന്യ നിക്ഷേപം. ന്യൂസ് 18 തിരുവനന്തപുരം. കോന്നി ആനക്കുട്ടിലിൽ കോൺക്രീറ്റ് തൂണ് വീണ് 4 വയസ്സുകാരൻ മരിച്ച സംഭവത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചതായി കണ്ടെത്തൽ. റാന്നി DFO ദക്ഷിണ മേഖല ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് നൽകിയ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിലാണ് പരാമർശമുള്ളത്. സുരക്ഷാ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് കോന്നി ആനക്കുട്ടിലേക്ക് പ്രതിഷേധ മാർച്ചും നടത്തി. കഴിഞ്ഞ ദിവസമാണ് അടൂർ കടമ്പനാട് നിന്നും കുടുംബത്തോടൊപ്പം ആനക്കൊട്ടിൽ സന്ദർശിക്കാനെത്തിയ 4 വയസ്സുകാരൻ കോൺക്രീറ്റ് തൂണ് വീണ് മരിച്ചത്. ഉപയോഗശൂന്യമായ കോൺക്രീറ്റ് തൂണുകൾ ബലക്ഷയം വന്ന ശേഷവും എടുത്തുമാറ്റാതെ നിലനിർത്തിയതാണ് അപകടത്തിന് കാരണം. ആനക്കൊട്ടിലിൽ നിശ്ചിത ഇടവേളകളിൽ നടത്തേണ്ട സുരക്ഷാ പരിശോധനകളും കാലങ്ങളായി നടന്നിട്ടില്ലെന്ന് അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നു. വനംവകുപ്പ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് റാന്നി DFO സംഭവത്തിൽ അന്വേഷണം നടത്തി ദക്ഷിണമേഖല ഫോറസ്റ്റ് കൺസർവേറ്റർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചത്. സംഭവത്തിൽ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് പ്രവർത്തകർ ആനക്കോട്ടിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കുട്ടിയുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടു. കുറ്റക്കാർക്ക് വേണ്ട ശിക്ഷ നൽകിക്കൊണ്ട് ആ കുടുംബത്തിന് മതിയായ നഷ്ടപരിഹാരം നൽകുക എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഞങ്ങൾ ഈ സമരത്തിലൂടെ ഉന്നയിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് ദക്ഷിണമേഖല ഫോറസ്റ്റ് കൺസർവേറ്റർ തിങ്കളാഴ്ച വനം മന്ത്രിക്ക് കൈമാറും. അതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. അപകടത്തിൽ മരിച്ച 4 വയസ്സുകാരൻ അഭിരാമിന്റെ സംസ്കാരം നാളെ കടമ്പനാട്ടെ വീട്ടിൽ നടക്കും. ന്യൂസ് 18 പത്തനംതിട്ട. കൊല്ലത്ത് വാഹനത്തിൽ കടത്താൻ ശ്രമിച്ച നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടിച്ചെടുത്തു. 109 ചാക്ക് നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് കൊല്ലം വെസ്റ്റ് പോലീസ് പിടികൂടിയത്. ഡിവൈഡറിൽ ഇടിച്ചു നിന്ന വാഹനം ഉപേക്ഷിച്ച് ഡ്രൈവർ ഓടി രക്ഷപ്പെടുകയായിരുന്നു. കണ്ണൂർ യൂണിവേഴ്സിറ്റി ചോദ്യപേപ്പർ ചോർച്ചയിൽ പ്രതിഷേധവുമായി KSU. യൂണിവേഴ്സിറ്റി ആസ്ഥാനത്തേക്ക് നടത്തിയ മാർച്ചിൽ നേരിയ സംഘർഷമുണ്ടായി. പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി കോഴിക്കോട് മുക്കം ഫയർഫോഴ്സ് ജീവനക്കാർക്ക് ടെക്നിക്കൽ റോപ്പ് റെസ്ക്യൂ പരിശീലനം നൽകി. മലയോര മേഖലയിൽ ഉണ്ടാകുന്ന അപകടങ്ങളിൽ അതിവേഗം സുരക്ഷാ നടപടികൾ സ്വീകരിക്കാനാണ് ജീവനക്കാർക്ക് പരിശീലനം നൽകിയത്. മലയോര മേഖലയിലെ എല്ലാവിധ ദുരന്തങ്ങളിലും അതിവേഗം ഓടിയെത്തുന്ന മുക്കം അഗ്നിരക്ഷാ സേനാംഗങ്ങൾക്കാണ് മഴക്കാലങ്ങളിലും വെള്ളച്ചാട്ടങ്ങളിലും കാര്യക്ഷമമായ രക്ഷാപ്രവർത്തനം സാധ്യമാക്കുന്ന ടിറോലിംഗ് ട്രാവേഴ്സ് റോപ്പ് റെസ്ക്യൂ പരിശീലനം നടത്തിയത്.
ഉരുൾപൊട്ടൽ പോലുള്ള സമയങ്ങളിൽ പുഴകൾക്ക് മറുകരയിലകപ്പെട്ടവരെ സുരക്ഷിത സ്ഥാനത്തെത്തിക്കുന്ന രക്ഷാപ്രവർത്തന രീതിയാണിത്. സംസ്ഥാന തലത്തിൽ നടക്കുന്ന പരിശീലനത്തിന്റെ ഭാഗമായായിരുന്നു പരിശീലനം. കഴിഞ്ഞ വർഷം വയനാട്, ചൂരൽമല, മുണ്ടക്കൈ ഭാഗങ്ങളിൽ കുടുങ്ങിക്കിടന്നവരെ സുരക്ഷിതമായി അഗ്നിരക്ഷാ സേനാംഗങ്ങൾ എത്തിച്ചത് ഈ രീതിയിലായിരുന്നു. മുക്കം ഫയർ സ്റ്റേഷന് മഴക്കാലങ്ങളിൽ ഫലപ്രദമായ രക്ഷാപ്രവർത്തനം സാധ്യമാക്കുന്നതിന് 2 ദിവസം നീണ്ടുനിന്ന ഈ പരിശീലനം സഹായകരമാകുമെന്ന് സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂർ പറഞ്ഞു. മരത്തിന്റെ ഉയരത്തിൽ കുടുങ്ങിയിട്ടുള്ള ആളെ രക്ഷപ്പെടുത്തുന്ന സാഹചര്യം, ഇങ്ങനെയുള്ള അത്യപൂർവ സാഹചര്യങ്ങളിൽ ആളുകളെ ഹൊറിസോണ്ടൽ റോപ്പ് റെസ്ക്യൂ, വെർട്ടിക്കൽ റോപ്പ് റെസ്ക്യൂ തുടങ്ങിയ ടെക്നിക്കുകളിലൂടെ വലിയ എഫേർട്ട് എടുക്കാതെ തന്നെ രക്ഷപ്പെടുത്തുന്ന രീതികളാണ് ഇവിടെ ജീവനക്കാർക്ക് പരിശീലനം നൽകുന്നത്. ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ വന്നിട്ടുള്ള ഉപകരണങ്ങളാണ്. റോപ്പ് റെസ്ക്യൂ കിറ്റ് ഉപയോഗിച്ചാണ് പരിശീലനം നൽകുന്നത്. നമ്മുടെ ചൂരൽമല രക്ഷാപ്രവർത്തനത്തിൽ പങ്കെടുത്ത് 400 പരം ആളുകളെ ആ പുഴക്ക് കുറുകെ രക്ഷപ്പെടുത്തി അതേ ടീം തന്നെയാണ് നമ്മൾ ഇന്നത്തെ ഈ രക്ഷാപ്രവർത്തനം നേതൃത്വം നൽകുന്നത്. അഗ്നിരക്ഷാ വകുപ്പിനെ ആധുനികവൽക്കരിക്കുന്നതിന്റെ ഭാഗമായി സർക്കാർ ഫയർ സ്റ്റേഷനുകളിൽ ഡ്രോപ്പ് റെസ്ക്യൂ കിറ്റ് അനുവദിച്ചിട്ടുണ്ട്. ഉയരങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തനങ്ങളിൽ ജീവനക്കാരുടെ ആത്മധൈര്യം കൂട്ടുന്ന പരിശീലനങ്ങളാണ് നടന്നത്. അതോടൊപ്പം ചെങ്കുത്തായ മലനിരകളിലും ഉയർന്ന മരങ്ങളിലും കെട്ടിടങ്ങളിലും കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷപ്പെടുത്താൻ ഉപയോഗിക്കുന്ന ഹൊറിസോണ്ടൽ, വെർട്ടിക്കൽ റോപ്പ് റെസ്ക്യൂ രീതികളും പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരുന്നു. നിലവിൽ നമ്മളെ 130 ജില്ലാ സ്റ്റേഷനുകളിലും ഈ റോപ്പ് റെസ്ക്യൂവിന്റെ കിറ്റ് എത്തിയിട്ടുണ്ട്. അത് നേരത്തെ തന്നെ സർക്കാർ ഇത് എത്തിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഈ റോപ്പ് റെസ്ക്യൂവിന്റെ കോഴ്സും മുഴുവൻ ആൾക്കാർക്കും കൊടുത്തിട്ടുണ്ട്. അതിന്റെ റീഫ്രഷ്മെന്റ് എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ എല്ലാ സ്റ്റേഷനിലും പോയിട്ട് ഈ കോഴ്സ് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് നിലവിൽ നമ്മൾ ഈ കോഴ്സ് ചെയ്യാൻ സാധിച്ചുകൊണ്ടും നമ്മൾ ITBPന്റെ കീഴിലും NDRFന്റെ കീഴിലുമാണ് ഈ റോപ്പ് റെസ്ക്യൂവിന്റെ കോഴ്സുകൾ പൂർത്തീകരിച്ചിട്ടുള്ളത്. വയനാട് ദുരന്തത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആദ്യഘട്ടത്തിൽ നേതൃത്വം നൽകിയ കോഴിക്കോട് ജില്ലയിലെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് ടീം അംഗങ്ങളായ നിഖിൽ മല്ലിശ്ശേരി, K അഭിലാഷ്, മനുപ്രസാദ് തുടങ്ങിയവരാണ് പരിശീലനം നയിച്ചത്. ന്യൂസ് 18 മുക്കം. ഇടുക്കി പീരുമേട്ടിലെ കലാകാരനായ അജി തോമസിന്റെ കുടുംബത്തിന് വീടൊരുങ്ങി. CITU സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷനാണ് വീട് വെച്ച് നൽകിയത്. വീടിന്റെ താക്കോൽദാനം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം കൈമാറി. പീരുമേട്ടിലെ കലാരംഗത്ത് പ്രവർത്തിച്ചിരുന്ന അജി തോമസിന്റെ അപ്രതീക്ഷിത മരണം കുടുംബത്തെ തളർത്തിയിരുന്നു. അജിക്ക് സ്വന്തമായി വീടില്ലായിരുന്നു. കുടുംബത്തിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിയ CITU പ്രവർത്തകരാണ് വീടിനായി പരിശ്രമിച്ചത്. കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് എംപ്ലോയീസ് അസോസിയേഷൻ 12.5 ലക്ഷം രൂപ ചെലവിട്ടാണ് വീട് നിർമ്മിച്ചത്. 650 ചതുരശ്ര അടിയുള്ളതാണ് വീട്. താക്കോൽദാനം CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി എളമരം കരീം നിർവഹിച്ചു. ഈ പ്രവർത്തനം നടത്തിയ മഹത്തായി ജീവകാരുണ്യ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്ത KSRT എംപ്ലോയീസ് അസോസിയേഷനെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ അനുമോദിക്കുകയാണ്, അഭിനന്ദിക്കുകയാണ്. ഇത് വളരെ മാതൃകാപരമായ ഒരു പ്രവർത്തനം. വീട് നിർമ്മിക്കാൻ അംഗങ്ങൾക്കൊപ്പം നാട്ടുകാരുടെ സഹകരണവും ഉണ്ടായിരുന്നു. കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്ന അഴീക്കോടൻ രാഘവന്റെ സ്മരണാർത്ഥം രൂപീകരിച്ച സ്പർശം സാന്ത്വനം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ന്യൂസ് 18 ഇടുക്കി. അമ്മയ്ക്ക് പിന്നാലെ അച്ഛനും യാത്രയായതോടെ നാടിന്റെ നോവായി മാറിയിരിക്കുകയാണ് കായംകുളം പുള്ളിക്കണക്കത്ത് ശിവതയും ശിവശങ്കറും. അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം ബാക്കിയാക്കി മാതാപിതാക്കൾ മടങ്ങിയതോടെ സുമനസുകളുടെ സഹായം മാത്രമാണ് ഇവരുടെ ഏക പ്രതീക്ഷ. കായംകുളം പുള്ളിക്കണക്ക് വലിയതറ വടക്കത്തിൽ പ്രദീപിന്റെ ഭാര്യ അശ്വതി 2022 ഡിസംബറിൽ അർബുദത്തെ തുടർന്ന് മരണമടഞ്ഞു. ഇക്കഴിഞ്ഞ 9-ാം തീയതി കായംകുളത്ത് ദേശീയപാതയിലുണ്ടായ വാഹനാപകടത്തിൽ അച്ഛൻ പ്രദീപും മരിച്ചു. സാമ്പത്തികമായി ഏറെ പ്രയാസത്തിലായതോടെ വിദേശത്തേക്ക് സുഹൃത്തുക്കളുടെ സഹായത്തോടെ പോകാൻ തയ്യാറെടുക്കുന്നതിനിടെയായിരുന്നു പ്രദീപിന്റെ മരണം. മുത്തച്ഛൻ ഉണ്ണിയാചാരിയും അമ്മൂമ്മ പ്രസന്നയുമാണ് ശിവശങ്കറിനെയും ശിവതയെയും നോക്കുന്നത്. എന്നാൽ പ്രായാധിക്യത്താൽ ഇവർക്ക് ജോലിക്ക് പോകുവാൻ കഴിയാത്ത അവസ്ഥയാണ്. നിലവിൽ ഒറ്റമുറി വീട്ടിലാണ് ഈ മക്കളും മുത്തച്ഛനും മുത്തശ്ശിയും കഴിയുന്നത്. ഇതിന് പുറകിലേക്ക് ഷീറ്റ് ഉപയോഗിച്ച് മുറിയും കെട്ടിയിട്ടുണ്ട്. പാചകവും അന്തി ഉറങ്ങുന്നതുമെല്ലാം ഇതിൽ തന്നെ. കുട്ടികൾക്ക് സ്വസ്ഥമായിരുന്ന് പഠിക്കാൻ പോലും ഇവിടെ സൗകര്യമില്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക് ഒരു വീട് വേണം, അത് അത്യാവശ്യം. പ്രമാണം ബാങ്കിലിരിക്കുക. 3 ലക്ഷം രൂപയ്ക്കാണ് എൻ്റെ മോൻ വെച്ചത്. അതിപ്പം പലിശയും കൂടെ കൂടി 5 ലക്ഷത്തിൽ കൂടുതലായിരിക്കുക. ഞങ്ങളെ കൊണ്ട് ഒരു നിവർത്തിയില്ല അത് അടച്ചെടുക്കാൻ. നാട്ടുകാരുടെ എല്ലാ സഹായത്തോട് വേണം ഇനി ഞങ്ങൾ ജീവിക്കാൻ. എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ആരും ഒരു ആശ്രയമില്ലാതെ. 2 വർഷം മുൻപ് ലൈഫ് ഭവന പദ്ധതി വഴി ഇവർക്ക് വീട് അനുവദിച്ചിരുന്നു. എന്നാൽ ഇതിന് തൊട്ടു പിന്നാലെയാണ്
അശ്വതിയുടെ രോഗവിവരം അറിയുന്നത്. ഇതോടെ വീടെന്ന സ്വപ്നവും നിലച്ചു. കായംകുളം സഹകരണ ബാങ്കിൽ നിന്നും പ്രദീപ് 3 ലക്ഷം രൂപ വായ്പയെടുത്തിരുന്നു. ഇതിലിപ്പോൾ പലിശ സഹിതം 6 ലക്ഷത്തോളം രൂപയായിട്ടുണ്ട്. പഠിക്കാൻ മിടുക്കരാണ് 2 കുട്ടികളും. ശിവശങ്കറിന് ലോക്കോ പൈലറ്റ് ആകാനാണ് താൽപര്യം. ഈ ലക്ഷ്യത്തിലാണ് ടെക്നിക്കൽ ഹൈസ്കൂളിൽ പഠനം ആരംഭിച്ചത്. ശിവതയുടെ സ്വപ്നങ്ങൾക്ക് ചിറക് മുളയ്ക്കുന്നതേയുള്ളൂ. ഭക്ഷണമടക്കമുള്ള ദൈനംദിന ചിലവും കുട്ടികളുടെ പഠനത്തിനായുള്ള ചിലവും കണ്ടെത്തുന്നതിന് സുമനസുകളുടെ സഹായം മാത്രമാണ് ഇനി പ്രതീക്ഷ. ന്യൂസ് 18 കായംകുളം. കോന്നിയിലെ ഒരു കൂട്ടം യുവാക്കൾ നിർമ്മിച്ച കലാം സ്റ്റാൻഡേർഡ് 5B ശ്രദ്ധേയമാകുകയാണ്. മികച്ച ചലച്ചിത്രത്തിനും മികച്ച ബാലതാരങ്ങൾക്കുമുള്ള 3 ഫിലിം ക്രിട്ടിക്സ് അവാർഡാണ് ഈ ചിത്രം നേടിയത്. വിദേശത്തു നിന്നടക്കം നിരവധി പുരസ്കാരങ്ങളും ചിത്രത്തിന് ലഭിച്ചിട്ടുണ്ട്. അറിവ് കൊണ്ട് ഭയത്തെ എങ്ങനെ നേരിടാം എന്നതാണ് കലാം സ്റ്റാൻഡേർഡ് 5B എന്ന സിനിമയുടെ പ്രമേയം. വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത, ഇന്ത്യയിലെ സമകാലീന രാഷ്ട്രീയ വിഷയങ്ങൾ എന്നിവയെല്ലാം സിനിമ ചർച്ച ചെയ്യുന്നുണ്ട്. കോന്നി സ്വദേശികളായ ഒരു കൂട്ടം യുവാക്കളാണ് ചിത്രത്തിന്റെ അണിയറയിൽ. മികച്ച ബാലചലച്ചിത്രം, മികച്ച ബാലതാരങ്ങൾ എന്നിവയ്ക്കുള്ള ഫിലിം ക്രിട്ടിക്സ് അവാർഡുകളും കലാമും സംഘവും ഇതിനകം കരസ്ഥമാക്കി. പുരസ്കാരങ്ങൾ ഇപ്പോൾ ലഭിച്ചതിൽ സന്തോഷമുണ്ട്. കാരണം ഫിലിം ക്രിട്ടിക്സ് അവാർഡിലും 3 എണ്ണം നമുക്ക് കിട്ടി എന്നുള്ളതിൽ വളരെയധികം സന്തോഷമുണ്ട്. ഇപ്പം 17 അവാർഡുകൾ നമ്മളിപ്പോൾ പല സ്ഥലത്തുനിന്ന് പല രാജ്യത്തു നിന്നൊക്കെ ആയിട്ട് 17 അവാർഡുകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഉള്ള ഒരു ചെറിയ ചിത്രങ്ങൾക്കൊക്കെ ഇങ്ങനെയുള്ള പുരസ്കാരങ്ങൾ കിട്ടുമ്പോഴാണ് മറ്റുള്ളവരിലേക്ക് എത്തുകയും ഇത് അറിയുകയൊക്കെ ചെയ്യുന്നത്. അത് വളരെയധികം സന്തോഷം നൽകുന്നതാണ്. മധ്യപ്രദേശിലും ദേവാസിലും പരിസര പ്രദേശങ്ങളിലുമാണ് സിനിമ ചിത്രീകരിച്ചത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് 8 പുരസ്കാരങ്ങൾ ഇതുവരെ നേടി. വളരെ സന്തോഷമുണ്ട് ഈ ചെറിയ സിനിമയ്ക്കും. അത് പറഞ്ഞു വെക്കുന്ന കഥ വലുതാണെങ്കിലും ചെറിയ സിനിമ അതൊരു വലിയ അവാർഡുകൾ നേടിയ അത്യധികമായ സന്തോഷമാണ്. വലിയ നായകന്മാരുടെ ഉണ്ടായിരുന്ന സിനിമയിലൂടെയാണ് എളിയ സിനിമയും കടന്നുപോയത്. ഇപ്പോൾ 3 പുരസ്കാരങ്ങളും ഈ സിനിമയ്ക്ക് ലഭിച്ചിരിക്കുന്നത്. ആൻ മരിയ പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ ലാൽജി ക്രിയേഷന് വേണ്ടി ടോം ജേക്കബ് നിർമ്മിച്ച ചിത്രത്തിന്റെ കഥ, തിരക്കഥ, ക്യാമറ, എഡിറ്റിംഗ്, ലൈവ് സൗണ്ട് ഡിസൈൻ, സംവിധാനം എന്നിവ ലിജു മിത്രൻ മാത്യു ആണ് നിർവഹിച്ചിട്ടുള്ളത്. മെലിസ ജിതിൻ, ടോം ജേക്കബ്, നിമിഷ നായർ, ജോൺസൺ, ജോബി എന്നിവരാണ് അഭിനേതാക്കൾ. ന്യൂസ് 18 പത്തനംതിട്ട. മതസാഹോദര്യം വിളിച്ചോതി കാസർഗോഡ് ഉമ്മച്ചി തെയ്യവും കുട്ടിച്ചാത്തനും ഒന്നിച്ചരങ്ങിലെത്തി. കാസർഗോഡ് കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ട് പൂക്കത്ത് വളപ്പ് തറവാട്ടിലാണ് ഈ അപൂർവ തെയ്യക്കോലങ്ങൾ കെട്ടിയാടിയത്. പ്രാർത്ഥനയോടെ കാത്തുനിന്ന ഭക്തജനങ്ങൾക്ക് മുന്നിലേക്ക് യോഗ്യാർ തെയ്യമെത്തി. ആദ്യം ഉമ്മച്ചി തെയ്യമായും പിന്നെ കുട്ടിച്ചാത്തനായും ദർശന പുണ്യമേകി. അനുഗ്രഹ വർഷം ചൊരിഞ്ഞു. കാക്കാട്ടുകോവിലകം, പൂക്കത്ത് വളപ്പ് തറവാട്, കണികൂലവും എന്നിവിടങ്ങളിൽ മാത്രമാണ് ഈ അപൂർവ തെയ്യം കെട്ടിയാടുന്നത്. തറവാട്ടിൽ 3 വർഷം കൂടുമ്പോഴുള്ള കളിയാട്ടത്തിന്റെ ഭാഗമായാണ് ഈ അപൂർവ തെയ്യം അരങ്ങിലെത്തിയത്. 400 വർഷത്തിലേറെ പഴക്കമുണ്ട് കാഞ്ഞങ്ങാട് നെല്ലിക്കാട്ട് പൂക്കത്ത് വളപ്പ് തറവാടിന്. യോഗ്യാർ തെയ്യത്തിന് നിവേദിക്കാൻ നെല്ല് കുത്താൻ വന്ന മുസ്ലിം സ്ത്രീ അല്പം അരിയെടുത്ത് വായിലിട്ടെന്നും പെട്ടെന്ന് അദൃശ്യമായൊരു പ്രഹരത്താൽ അവർ വീരചർമ്മം പ്രാപിച്ചുവെന്നും തുടർന്ന് ഉമ്മച്ചി തെയ്യമായി പരിണമിച്ചുവെന്നും വിശ്വാസം. തറവാട്ടിലെ കളിയാട്ടത്തിന്റെ ഭാഗമായി ധർമ്മദേവം പൂക്കളത്ത്, ചാമുണ്ടേശ്വരി, വിഷുമൂർത്തി, രക്തേശ്വരി എന്നീ വേഷങ്ങൾ കെട്ടിയാടുന്നു. വിളക്കിലരിയോടെയാണ് ഇത്തവണത്തെ കളിയാട്ടത്തിന് സമാപനം കുറിച്ചത്. ന്യൂസ് 18 കാസർഗോഡ്. സ്വർണം വെള്ളി നിരക്കുകളിലേക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. 22 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 8,945 രൂപ, പവന് 71,560 രൂപ. 18 ക്യാരറ്റ് സ്വർണം ഗ്രാമിന് 7,405 രൂപ, പവന് 59,240 രൂപ. വെള്ളി ഗ്രാമിന് 108 രൂപ, കിലോ 1,80,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ചൂസ് യുവർ സ്പെഷ്യൽ. പൂർണ്ണമാകുന്നു സകലമാന കേരളം. ഇനി സ്പോട്ട് ലൈവ് കാണാം. ടോം കുര്യക്കോസ്.